PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ അധ്യാപക മേഖല അടിമുടി മാറാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ NCA LP സ്കൂൾ അസിസ്റ്റൻറ്റ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിലുള്ള LP സ്കൂൾ അസിസ്റ്റൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA എന്നുകൂടി അയക്കാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ 10th പ്രിലിംസിനും LGSനും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ്. കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ്, കാറ്റഗറി 2 and 3 സൈക്കോളജി എന്നിവയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ്. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പറഞ്ഞ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അധ്യാപക മേഖല അടിമുടി മാറാൻ പോവുകയാണ്. BEd കോഴ്സിന് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. TTC DED ഒക്കെ നിർത്തലാക്കാനും പോവുകയാണ്. BEd കോഴ്സ് ഇപ്പോൾ നിലവിലുള്ള BEd കോഴ്സും വേണമെങ്കിൽ നിർത്തലാക്കാൻ പോവുക എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം മാറാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ന്യൂസ് എന്ന് പറഞ്ഞാൽ BEdന് 4 വർഷമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 വർഷം ദൈർഘ്യമുള്ള BEd കോഴ്സ് അടുത്ത വർഷം മുതൽ 4 വർഷം പ്രൊഫഷണൽ കോഴ്സാകും. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോഴ്സുകൾ പോലെ അധ്യാപക മേഖല പ്രൊഫഷണലാക്കിയതിൻ്റെ ഭാഗമാണിത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് ബിരുദ പഠനം കൂടി ചേർത്തുള്ള കോഴ്സ്. യോഗ്യത +2. പ്രൊഫസർ മോഹൻ B. മോഹൻ അധ്യക്ഷനായുള്ള കരിക്കുലം കമ്മിറ്റി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന് കൈമാറി. 4 വർഷ BEdൻ്റെ ആദ്യ ബാച്ച് പുറത്തു വന്നതോടുള്ള BEd കോഴ്സുകൾ ഇല്ലാതാകും. LP UP സ്കൂൾ അധ്യാപകരാകാനുള്ള 2 വർഷത്തെ TTC കോഴ്സ് അടുത്ത വർഷം നിർത്തും. അപ്പോൾ TTC ഓർ DEd കോഴ്സുകൾ അടുത്ത വർഷം നിർത്തുന്നതായിരിക്കും. നീറ്റ് മാതൃകയിൽ നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിലൂടെ ആയിരിക്കും പ്രവേശനം. ഫീസ് സർക്കാർ നിശ്ചയിക്കും. 2030 മുതൽ 4 വർഷ BEd മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാറ്റം. BA, BSc, BCom എന്നിങ്ങനെ 3 സീറ്റുകൾക്ക് പുറമെ 4 വർഷ BEd ആദ്യ വർഷം മുതൽ നിശ്ചിത ക്രെഡിറ്റ് അധ്യാപക പരിശീലനത്തിലായിരിക്കും. 4 വർഷം വിജയിക്കുമ്പോൾ ബിരുദാനന്തര ബിരുദത്തോടൊപ്പം BEd ലഭിക്കും. 3 വർഷം പൂർത്തിയാക്കിയ കോഴ്സ് മതിയാക്കാം, പക്ഷേ BEd ലഭിക്കില്ല. ബിരുദം മാത്രമേ കിട്ടുള്ളൂ. നിലവിൽ കോഴിക്കോട്, NIST, കാസർഗോഡ് കേന്ദ്ര സർവകലാശാല എന്നിവിടങ്ങളിൽ 4 വർഷ BEd NCA വാർഷിക ഫീസിൽ 1 ലക്ഷം രൂപയാണ്. മികച്ച റാങ്ക് ഗ്രേഡുള്ള കോളേജുകളിൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCA കോഴ്സ് അനുവദിക്കും. നിലവിലെ BA കോഴ്സുകൾ ട്രെയിനിങ് കോളേജുകളിൽ 4 വർഷ BA അനുവദിക്കില്ല. LKG മുതൽ 2ാം ക്ലാസ് വരെ അധ്യാപകരാകാൻ ഫൗണ്ടേഷൻ, 3 മുതൽ 5 വരെ ക്ലാസ്സുകൾക്ക് പ്രീ പ്രൈമറി, 6 മുതൽ 8 വരെ മിഡിൽ, 9 മുതൽ 12 വരെ സെക്കൻഡറി എന്നിങ്ങനെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം. ഏത് വിഭാഗത്തിലാണ് അധ്യാപകരാകേണ്ടത് അതിനനുസരിച്ച് ഓപ്ഷനുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. 2 മേജർ കോഴ്സുകൾ. 4 വർഷ BEdൽ 2 മേജർ കോഴ്സുകൾ ഉണ്ടാകും. ഒരെണ്ണം ടീച്ചർ എഡ്യൂക്കേഷൻ ആയിരിക്കും. രണ്ടാമത്തത് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. അധിക ഗുണം. ഇങ്ങനെ കൊണ്ടുവരുന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ വിദേശ ജോലിക്ക് 4 വർഷ BEd ഗുണകരമാണ്. പല വിദേശ രാജ്യങ്ങളിലും ഈ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. 2. അധ്യാപകരെല്ലാം ബിരുദ യോഗ്യത ഉള്ളതിനാൽ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടും. അപ്പോൾ 73 ടീച്ചിങ് ട്രെയിനിങ് കോളേജുകളാണ് ഈ ഒരു 4 വർഷ BEd കോളേജുകളായിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് കേട്ടോ. 16,000-ഓളം സീറ്റുകളും ഇതിനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം ആയിരുന്നു ശരിക്കും BEd. ആദ്യം BEd കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം 1 വർഷം മാത്രമേ BEd ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മാറ്റി BEd കോഴ്സ് 2 വർഷമാക്കി. ഇപ്പോൾ അത് മാറ്റി 4 വർഷമാക്കാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് 4 വർഷം പോയി BEd പഠിക്കണം എന്നല്ല കേട്ടോ. അതായത് ഡിഗ്രി പ്ലസ് BEd ആണ് ഇതിനകത്ത് കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഡിഗ്രീനെയും ഈ ഒരു BEd കോഴ്സും കൂടി ഒരുമിച്ച് ഒരു 4 വർഷത്തെ ഇൻ്റഗ്രേഷൻ പ്രോഗ്രാമായിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിഗ്രിക്ക് ചേരണം, ഡിഗ്രിക്ക് പോകണം, പക്ഷേ BEd താല്പര്യമില്ലെങ്കിൽ 3 വർഷം ഡിഗ്രി പഠിച്ചതിന് ശേഷം 4ാമത്തെ വർഷമായിരിക്കും ഈ ഒരു BEd കോഴ്സിൻ്റെ ഇത് വരിക. അപ്പോൾ നമ്മൾ 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 4ാമത്തെ വർഷം പഠിക്കാതിരുന്നാൽ മതി, മീൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോരാനായിട്ട് പറ്റും. ഇനി അതല്ല BEd കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ 4 വർഷം, അത് ഡിഗ്രി 3 വർഷം പ്ലസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അപ്പോൾ ഒരു 4th ഇയറും കൂടി വരും. അതാണ് ഈ BEd ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് മതിയെങ്കിൽ 3 വർഷം പഠിക്കുക. അത് നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന ശേഷം നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതല്ല നിങ്ങൾക്ക് BEd കൂടി വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 4th ഇയർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ
ഈ BA പ്ലസ് B.Ed ആയിട്ട്, അതായത് 4 വർഷത്തെ ഇൻ്റഗ്രേഷൻ പ്രോഗ്രാമായിട്ടാണ് വരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ 3 വർഷം B.Ed പഠിക്കണം, ഡിഗ്രി പഠിക്കണം, അത് കഴിഞ്ഞ് വീണ്ടും 4 വർഷം പോയി B.Ed പഠിക്കണം, അങ്ങനെയല്ല കേട്ടോ. ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ്, 3 വർഷം ഡിഗ്രി പഠിക്കുന്നു, പിന്നെ നമ്മൾ 2 വർഷം B.Ed പോയി പഠിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, 5 വർഷമാണ് മൊത്തം വേണ്ടത്. ആ സമയത്ത് ഇനി ഡിഗ്രി പ്ലസ് B.Ed കൂടി കമ്പൈൻ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയും കിട്ടും B.Edഉം കിട്ടും. 1 വർഷം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ വരുന്നതോടുകൂടി TTC പോലുള്ള പ്രോഗ്രാംസ് നോൺ സ്റ്റോപ്പ് ആക്കാൻ പോകുന്നതാണ് കേട്ടോ ഈ ന്യൂസിൽ പറയുന്നത്. ഇതിപ്പോൾ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു ആലോചന വന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ. അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം 2030 ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം അടിമുടി മാറാൻ പോവുകയാണെന്നല്ലേ. കാരണം പുതിയ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് 2030 എല്ലാ മേഖലകളിലും ഈക്വലാക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ TTC മാത്രമുള്ളവർക്ക്, +2 TTC മാത്രമുള്ളവർക്ക്, ഡിഗ്രി ഇല്ലാത്തവർ, നിങ്ങൾ ടീച്ചിങ് മേഖലയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുന്നോട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിഗ്രി എടുക്കുന്നത് നല്ലതായിരിക്കും. ഡിഗ്രി ഇല്ലാത്തവർ, ഡിഗ്രി മാത്രമുള്ളവർ PG കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ മാറ്റങ്ങളൊക്കെ പുറകെ വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഒരു TTC കോഴ്സ് മാത്രം +2 മാത്രമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ആജീവനാന്ത ലക്ഷ്യമാണ് ടീച്ചറാകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിഗ്രിയും കൂടെ എടുക്കുക കേട്ടോ. അതല്ല നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി മതിയെങ്കിൽ നിങ്ങൾ ഡിഗ്രി ഓപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു. കാരണം LGS പോലുള്ള പരീക്ഷ എഴുതണമെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ LGSൻ്റെ അവസരം അവിടെ നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ, ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല, വരുന്ന കാലഘട്ടങ്ങളിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് ഡിഗ്രി ഇല്ലല്ലോ, എനിക്ക് TTC മാത്രമേ ഉള്ളൂ, D.Ed മാത്രമേ ഉള്ളൂ, നമ്മൾ ടെൻഷൻ അടിക്കാനല്ല ഈ പറയുന്നത്. വരും കാലങ്ങളിൽ എന്തായാലും ഡിഗ്രി മസ്റ്റായി നിർബന്ധമാക്കും. പക്ഷേ നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ടീച്ചിങ് മേഖലയിലുള്ള പരീക്ഷകൾ എഴുതാം. പക്ഷേ എന്ത് പറ്റില്ല, LGS എന്നുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്, എന്നിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക കേട്ടോ. നിലവിൽ TTCയും D.Edോ B.Edോ ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികൾ, നിലവിൽ TTCയും D.Edും B.Edും ഒക്കെ ഉള്ള കരസ്ഥമാക്കിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഇനി വാല്യൂ ഇല്ലാണ്ടായി പോകുമോ, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങളുടെ യോഗ്യത എന്താണോ അതിന് ഇപ്പോൾ TTC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും, D.Edൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും, B.Edൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം നിലവിൽ ഈ കോഴ്സുകൾക്ക് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. 2 വർഷമായിരുന്ന നമ്മുടെ B.Ed എന്തായി മാറുന്നു, 4 വർഷമായി മാറുന്നു. ഡിഗ്രികളും കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് 4 വർഷം ആകാൻ പോകുന്നത്. TTCയും D.Edും ആണ് നിലവിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം B.Ed ഇനി എല്ലാ ടീച്ചിങ് മേഖലയിലും ഒറ്റ മാനദണ്ഡമായിട്ടാണ് വരാൻ പോകുന്നത്. മാറ്റങ്ങൾ കാലകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരുപാട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ 4 വർഷത്തെ മാറി വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. നേരത്തെ ഒന്നും നമുക്ക് എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരുന്നില്ല. ഇനി 4 വർഷത്തെ B.Ed കോഴ്സിന് എൻട്രൻസ് പരീക്ഷയൊക്കെ ഉണ്ടായിരിക്കും. അത് കാലാകാലങ്ങളിൽ ഓരോ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിലവിൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാണ്ടായി പോകുന്നൊന്നും ആരും ചിന്തിക്കേണ്ട. അതിനൊന്നും യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. പക്ഷേ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് TTCയോ +2 TTC മാത്രം ഉള്ളെങ്കിൽ അത് ഡിഗ്രി ക്വാളിഫിക്കേഷനും ആവാൻ സാധ്യതയുണ്ട്. ഡിഗ്രി മാത്രമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PG ക്വാളിഫിക്കേഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഇതിൽ പരീക്ഷ എഴുതാൻ പോകുന്നതനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ അഡീഷണൽ ആയിട്ട് വരും. നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാണ്ടാക്കാൻ പോകുന്നില്ല കേട്ടോ. അതോർത്ത് ഇനി ആരും നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. മാറ്റങ്ങൾ കാലക്രമത്തിനനുസരിച്ച് എല്ലാ മേഖലകളിലും വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം മറക്കണ്ട, ആർക്കെങ്കിലും LP സ്കൂൾ അസിസ്റ്റൻ്റ് NCAയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൽകുന്നതായിരിക്കും. അതിൽ 10th പ്രിലിംസ്, LGS കൂടാതെ തന്നെ നമ്മുടെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ്, കേറ്റഡ് കാറ്റഗറി 3 and 2 സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് ലഭ്യമാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നൽകാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. താങ്ക്